നേരവും പ്രേമവും തട്ടത്തിന്മറയത്തൊക്കെ കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഒരുപക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു നിവിൻ പോളിയുടെ കംബാക്ക്. നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പറയാനായിട്ട് അദ്ദേഹം എവിടെയും പോയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരാറുണ്ട്. പക്ഷേ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ സിനിമകൾ, ആ കാലത്തെ സിനിമകൾ പോലെ തന്നെ വീണ്ടും നെഞ്ചിലേറ്റിയ സിനിമകൾ, അതായത് പ്രേക്ഷകരെ കൂടെ കൊണ്ടുപോകുന്ന നല്ലൊരു സിനിമയാണ് ഈ ക്രിസ്മസിന് റിലീസ് ചെയ്തിട്ടുള്ള സർവ്വമായ. ഞാൻ കണ്ട് എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ മറ്റുള്ളവർ കൂടി കാണണം, വൻ വിജയമാവണം എന്ന് തോന്നുന്ന സിനിമകളെക്കുറിച്ച് മാത്രമേ ഞാൻ ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്കോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമയാണ് സർവ്വമായ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സർവ്വമായ എന്തുകൊണ്ട് കാണണം എന്നുള്ളതിൻ്റെ ഒരു 7 റീസൺസെങ്കിലും എനിക്കിപ്പോൾ പറയാൻ പറ്റും. പ്രധാനമായിട്ടും ഓഡിയൻസിന് ഇന്നതൊക്കെ ഇഷ്ടമാവും എന്നുള്ള രീതിയിൽ റീൽസ് ആഫ്റ്റർ റീൽസ് എന്നുള്ള രീതിയിൽ ഒപ്പിച്ചെടുക്കുന്ന സിനിമകളിലല്ലാതെ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ഒരു കേന്ദ്ര കഥാപാത്രത്തിന് നല്ലൊരു ക്യാരക്ടറുണ്ട്, ബാക്കിയുള്ളതൊന്നും സിനിമയ്ക്ക് വലിയ അട്രാക്ഷൻ ഇല്ലാത്ത സിനിമകൾ, അങ്ങനെയുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഓർഗാനിക്കായിട്ട് കഥയുടെ ഒരു അവതരണ രീതി, നല്ല രീതിയിൽ ഫ്ലോ, ഒരു 1/2 സെക്കൻഡ് പോലും ലാഗ് ചെയ്യാതെ നമ്മളെ പ്രേക്ഷകരെ ഒപ്പം ഇരുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന, സ്റ്റാർട്ട് ടു എൻഡ് കൊണ്ടുപോകുന്ന നല്ലൊരു സിനിമയാണ് സർവ്വമായ. കോണ്ടൻറ്റും പെർഫോമൻസും തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത് നിവിൻ പോളിയാണ്. അജു വർഗീസിൻ്റെ കൂടെ രഘുനാഥ് പല്ലേരി, അദ്ദേഹം നല്ലൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നു. ജനാർദ്ദൻ്റെ അതായത് വൈൻ പോലെ കാലം പഴകുന്തോറും പെർഫോമൻസിൻ്റെ ഓഫ് കോഴ്സ് ഒരുപാട് പ്രോവണാണ്. ഇതിലെ പ്രധാന ഫീമെയിൽ ആക്ടർ റിയ ഷിബു, അതേപോലെ പ്രീതി മുകുന്ദൻ, അവരുടെയൊക്കെ റിലേറ്റീവ്ലി ന്യൂ കമേഴ്സ് ആണെങ്കിൽ പോലും അവരുടെയൊക്കെ പെർഫോമൻസസ് അതിഗംഭീരമാണ്. അതുപോലെ അൽതാഫ് സലീമുണ്ട്, ആനന്ദ് ഏക്കർഷി ആട്ടത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒരു കഥാപാത്രത്തിനെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ നോട്ടങ്ങളും ചെറിയ നോട്ട്സ് പോലും എന്ത് മനോഹരം. ഓഫ് കോഴ്സ് ഈസ് എ തിയേറ്റർ പേഴ്സൺ, ഈസ് എ തിയേറ്റർ ആക്ടർ ആൻഡ് ഡയറക്ടർ ആൻഡ് പ്രോവണാണ് ആട്ടം അഗെയിൻ. ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ആട്ടത്തിൽ തന്നെ നന്ദനുണ്ണിയുണ്ട്, അജി, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. മദൻ ബാബു, അദ്ദേഹം ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ചെറിയൊരു വേഷമാണ്, പക്ഷേ ആ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ പോലും മനോഹരമായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. മൂന്നാമതായിട്ട് അനുഭൂതി തരുന്ന, എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന ഇമോഷൻസൊക്കെ ഗംഭീരമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെ സുഖിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള എല്ലാം വളരെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അതിന് ത്രൂ ഔട്ട് ഈ ഫിലിം നമുക്ക് അനുഭൂതി തരുന്നു, അനുഭവിപ്പിക്കുന്നു എന്നുള്ളത് സാധാരണ സിനിമകളിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് വിരസത തോന്നാം. ഇതിൽ അങ്ങനൊരു എലിമെൻറ്റേ ഇല്ല. വളരെ ഇതായിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ടൊരു ഡിസ്കംഫർട്ട് തോന്നിയിട്ടുള്ളത് ന്യൂ ജനറേഷൻ ഇൻവോൾവ് ചെയ്യിക്കുന്ന 1-2 സീൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു വിരസത തോന്നുന്നല്ലാതെ ബാക്കി ഇതിൽ അങ്ങനെ ഒരു എലിമെൻറ്റേ ഇല്ല. ത്രൂ ഔട്ട് ഗംഭീരമായിട്ടുള്ള നമ്മളെ അനുഭവിപ്പിച്ചുകൊണ്ട്, അനുഭൂതി തന്നുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. പ്രേക്ഷകരുടെ യുക്തിയോ ബുദ്ധിയോ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണവും ഇതിൻ്റെ കഥയും ഇതിൻ്റെ കോണ്ടെക്സ്റ്റുകളെല്ലാം. മറ്റൊന്ന്, ഈ സിനിമയുടെ സംവിധായകൻ അഖിൽ സത്യൻ്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ്. ഒരുപക്ഷെ പഴയകാലത്തെ സത്യനന്ദിക്കാട് സിനിമകൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ടായാലും വിരോധമില്ല എന്ന് തോന്നുന്നു. അത്തരം രീതിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് കോണ്ടൻറ്റിലും പെർഫോമേഴ്സിൻ്റെയും മേലെയുള്ള ഒരു കമാൻഡ്, ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഒരു കമാൻഡ് ഇൻ ദ സെൻസ് ദ ഈസ് അറ്റ് വിച്ച് ദേ ആർ പെർഫോമിങ്, ഇത് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനന്ദ് ഏക്കർഷി, അൽഫോൺസ് പുത്രൻ, ഒരുപക്ഷെ സർപ്രൈസസ് പോകും ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും അഖിൽ സത്യൻ മലയാളത്തിൽ മുഖ്യധാര സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ചെയർ വലിച്ചിട്ടിരുന്നു. ഇനി മുൻപോട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര ഗംഭീരമായിരിക്കുന്നത് ഉറപ്പിക്കുന്ന ഒരു സിനിമയാണ് സർവ്വമായ. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ സിനിമയെ കാണാവുന്നതാണ്. ഇതിലൊരു ബ്രാഹ്മൺ ഏത്തിസ്റ്റ് ആവുന്നതും, ഏത്തിസ്റ്റായിട്ടുള്ള ബ്രാഹ്മൺ വീണ്ടും മറ്റൊരു സാഹചര്യത്തിൽ ഇടാൻ നിർബന്ധിതനാവുന്നതും, ആ അവസ്ഥയിൽ തന്നെ അദ്ദേഹം ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതും, അതങ്ങനെ ഒരു അഭിപ്രായവും പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിൻ്റെ സഹായത്തോടുകൂടി. ബുദ്ധി ഉപയോഗിക്കുക, സമ്പന്നനാവാൻ കഴിയും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്നു, അയാൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അയാൾക്ക് പിന്നീട് കുറേ കൂടി സമൃദ്ധി ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ തുടങ്ങുന്ന പല കാര്യങ്ങളും വട്ടം എത്തിക്കുന്നുമുണ്ട്. അതല്ലാതെ ചില സിനിമകളിൽ ഒരാൾ സൈക്കോ ആവുന്നതിനുള്ള കാരണം പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ,
എന്നൊന്നും പറയാതെ അഖിൽ സത്യൻ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസണിങ് ഒക്കെ വളരെ വ്യക്തമായിട്ട് സിനിമയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞെത്തിക്കുന്നു. അതിനുവേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വളരെ സട്ടിലായിട്ടൊക്കെ തന്നെ വളരെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് അത് വലിയ രീതിയിൽ തൃപ്തി തരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് 7 അല്ല, ഒരു 10ഓ 15ഓ കാരണങ്ങൾ പറയാം ഈ സിനിമ തീർച്ചയായിട്ടും കാണേണ്ടത്. ഇതിലെ വിഷ്വൽസ് ശരൺ വേലായുധനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, DOP, മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ, അദ്ദേഹത്തിൻ്റെ BGM ആയിക്കോട്ടെ, മ്യൂസിക് കമ്പോസിങ് ആയിക്കോട്ടെ മനു മഞ്ജിത്തിൻ്റെ വരികളാണ്. ഇതിലെ ആ ഒരു മ്യൂസിക് ഇപ്പോഴും ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് ഓഫ് വാച്ചിങ് ദ ഫിലിം അതൊക്കെ ഇറ്റ്സ് സ്റ്റിൽ റൈമിങ് ബിഹൈൻഡ് മൈ മൈൻഡ്. കഥ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ സിനിമ ബേസിക്കലി ഇസ് എ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയാം. പക്ഷേ ഇത് ആ എക്സ്പീരിയൻസ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഫീൽ കിട്ടണമെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. തീർച്ചയായിട്ടും സർവമായ അനുഭൂതി തരുന്നതാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പിലും, ലൈക്ക് 5 ഇയേഴ്സ് തുടങ്ങി ഒരു 5 വയസ്സ് പോട്ടെ, ഒരു 6ഓ 7ഓ വയസ്സ് ആ കുട്ടികൾക്ക് തന്നെ പ്രേതം എന്നൊക്കെ പറയും തോന്നുന്നു. ഒരു 6ഓ 7ഓ വയസ്സ് തുടങ്ങി ഒരു 80-85 വയസ്സ് വരെയുള്ള ആളുകൾക്കും വളരെ ഭംഗിയായി ആസ്വദിക്കാവുന്ന, മറ്റൊരു കസ്വേർഡോ വേറൊരു രീതിയിലുള്ള അലോഹ്യങ്ങളോ ഇല്ലാത്ത ഭീതി, സോക്കോൾഡ് ഹൊറർ കോമഡിയാണ് ഇതിൻ്റെ ജോൺറ പറയുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഹൊററല്ല, അതിനെ ഏറ്റവും രസകരമായിട്ടുള്ള രീതിയിലാണ്, നമ്മളെ ആനന്ദിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ അവതരണം. തീർച്ചയായിട്ടും സർവമായ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. താങ്ക് യു.